ഈ പകൽ കേരളം ചർച്ച ചെയ്ത ചില പ്രധാനപ്പെട്ട വാർത്തകളാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിലായിട്ടുണ്ട്. ഇതോടൊപ്പം കോഴിക്കോട് വെള്ളയിൽ 40-കാരൻ്റെ മൃതദേഹം ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള പോലീസിന്റെ നീക്കവും, പോലീസുകാർക്കെതിരായിട്ടുള്ള കസ്റ്റഡി മർദ്ദന പരാതികളും, ധർമ്മസ്ഥലയിലെ SITയുടെ നിർണായകമായുള്ള നീക്കങ്ങളും ഉൾപ്പെടെയാണ് പരിശോധിക്കുന്നത്. ആദ്യം റാപ്പർ വേടനെതിരായിട്ടുള്ള ബലാത്സംഗ കേസിലേക്കാണ്. തൃക്കാക്കര പോലീസാണ് വേടനെ അറസ്റ്റ് ചെയ്തത്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ്. വേടനെതിരെ ഡിജിറ്റൽ തെളിവുകളടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയക്കും. വിവാഹ വാഗ്ദാനം നൽകി 5 തവണ പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് വേടന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആജ്ഞ, നിർണായകമായിട്ടുള്ള ചില ഡിജിറ്റൽ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വേടനെ വിട്ടയക്കും. എന്തായിരിക്കും പോലീസിന്റെ അടുത്ത നീക്കം? ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് 9, 10 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നത്. ജാമ്യ വ്യവസ്ഥയിൽ തന്നെ അത് അങ്ങനൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ജാമ്യം നൽകിയിരിക്കുന്ന കാലയളവിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുക, അഥവാ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന സാഹചര്യമുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിലും 2 പേരുടെ ആൾജാമ്യത്തിലും വിട്ടയക്കണമെന്നാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിൽ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഉപാധികളോടുകൂടി തന്നെയായിരുന്നു വേടന് മുൻകൂർ ജാമ്യം നൽകിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും അതേ പ്രകാരം ഇന്നലെ രാവിലെ 9:30 വേടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ തൃക്കാക്കര ACPക്ക് മുൻപാകെ ഹാജരായി. ഇന്നലെ 5 മണി വരെ ചോദ്യം ചെയ്യൽ തുടർന്നു. 6 മണിക്കൂറിലേറെ സമയമാണ് വേടനെ പോലീസ് ചോദ്യം ചെയ്തത്. പോലീസിന് ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള അക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇന്ന് ചോദ്യം ചെയ്തതിനു ശേഷം വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയക്കുന്ന, അതായത് കോടതി നൽകിയിരിക്കുന്ന ഉപാധികളോടെ വിട്ടയക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല, വേടനെതിരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ പരാതിക്കാരിയുടെ മൊഴി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തുടർ നടപടികൾ മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എങ്ങനെയാണ് എന്നിരുന്നാൽ പോലും ആ കേസിലും ജില്ലാ കോടതി വേടന് മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, 2021 മുതൽ 23 വരെയുള്ള കാലയളവിൽ വിവിധ ഘട്ടങ്ങളിലായി 5 തവണ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതിജീവിതയുടെ പരാതി. എങ്ങനെയാണ് ആ പരാതി മാത്രമല്ല, വേടനെ പാട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി 31,000 രൂപ പലതവണയായിട്ട് തന്നിൽ നിന്നും തട്ടിയെടുത്തു എന്നുള്ള പരാതിയുമുണ്ട്. മാനസിക അസ്വാസ്ഥ്യം മൂലം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡിപ്രഷനിലായിരുന്ന സാഹചര്യത്തിലായതുകൊണ്ടാണ് ഈ 2023 മുതൽ 25 ജൂലൈ 30 വരെയുള്ള കാലയളവിൽ പരാതി നൽകാതിരുന്നത്. അതിനുശേഷമാണ് പരാതി നൽകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയെന്ന് അതിജീവിത കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും കോടതി ആവർത്തിക്കുന്ന ഒരു സാഹചര്യം, അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ് പീഡനമാകുന്നത്, ബലാത്സംഗമാകുന്നത് എന്നുള്ള ചോദ്യം പലതവണ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം നൽകിയത്. മാത്രമല്ല, വേടന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു, പോലീസ് വേടന് സംരക്ഷണം നൽകുന്നു തുടങ്ങിയ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ട് പോലും വേടനെ പോലെ പ്രശസ്തനായ ഒരാളെ കണ്ടെത്താനായില്ല, വേടന് പോലീസ് സംരക്ഷണം നൽകുന്നു തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് മുൻകൂർ ജാമ്യത്തിന് ശേഷം കഴിഞ്ഞ ദിവസം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ വേടൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതും കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതും അതേ തുടർന്നുള്ള നടപടിക്രമങ്ങളാണെന്ന് വേടനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയ ശേഷം വിട്ടയക്കുമെന്നുള്ള അറിയിപ്പും പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. വേടൻ ചോദ്യം ചെയ്യുന്നതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് കേട്ടോ. തീർച്ചയായും ആജ്ഞ, എന്തായാലും കോടതിയുടെ ഒരു മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കാൻ മറ്റു നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. പക്ഷേ ഇവിടെ ഡിജിറ്റൽ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 5 തവണ പീഡിപ്പിച്ചുവെന്നാണ് യുവ ഡോക്ടറുടെ പരാതിയുള്ളത്. അതിൽ കൊച്ചിയിലെ ഫ്ളാറ്റിലടക്കം അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന കൃത്യമായ വിവരങ്ങളാണ് ഇവർ കൈമാറിയിരിക്കുന്നത്. ഡിജിറ്റൽ തെളിവിനപ്പുറം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് തെളിവുകൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ?
നിലവിൽ മനസ്സിലാക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. കാരണം 6 മണിക്കൂറാണ് ഇന്നലെ വേടനെ ഈ ACPയുടെ സംഘം അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. 6 മണിക്കൂറിന് ശേഷം ഇന്ന് വീണ്ടും ഹാജരായപ്പോഴാണ് വേടനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും കോടതി നിർദ്ദേശിച്ച നടപടിക്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത് എന്ന് വേണം. പോലീസ് അതിൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ കേസിന് ആസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ കേസിന് കൂടുതൽ അതിജീവിതയുടെ പരാതിക്ക് കൂടുതൽ ബലം ലഭിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണോ ലഭിച്ചിട്ടുള്ളത്, അതോ പണം ട്രാൻസാക്ട് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ? നേരത്തെ തന്നെ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിജീവിതം നൽകിയിരുന്നു. ഇത്തരം കാര്യങ്ങൾ വ്യക്തത പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി, ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ വേടൻ ബലാത്സംഗ കേസിൽ പ്രതിയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവാണോ ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. എന്നിരുന്നാൽ പോലും കോടതി ആവർത്തിച്ച് ചോദിക്കുമ്പോഴും സമ്മതപ്രകാരമുള്ള ലൈംഗികത എങ്ങനെയാണ് ബലാത്സംഗമാകുന്നത് എന്ന് ചോദിക്കുമ്പോഴും മറ്റൊരു നോംസ് പലപ്പോഴും കോടതി ഗാർഹിക പീഡനങ്ങളിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ചില നോംസുകൾ കൂടുതൽ പരിശോധിച്ചാൽ വീട്ടമ്മയാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിലും പോലും അനുവാദമില്ലാതെയുള്ള അവരുടെ അനുവാദമില്ലാതെയുള്ള ലൈംഗിക ബന്ധത്തിനുള്ള നിർബന്ധം റേപ്പായിട്ട് കണക്കാക്കാം, അതല്ലെങ്കിൽ അത് പീഡനമായി കണക്കാക്കാം എന്ന് തന്നെ ഒരു നോംസ് ഉണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേടനെ വീണ്ടും ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും കോടതിയുടെ മുൻപിലുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ 5 തവണ ഈ അതിജീവിത പീഡിപ്പിക്കപ്പെട്ടത്. അതായത് ആദ്യഘട്ടത്തിൽ അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഫ്ലാറ്റിലെത്തി തന്നോട് ബലമായി അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. പിന്നീടാണ് വിവാഹ വാഗ്ദാനം നൽകിയത്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് വേടൻ തീരുമാനിക്കുന്നത്. പക്ഷെ വേടൻ്റെ വേർഷൻ അനുസരിച്ചിട്ട് ഇത് പണം തട്ടാനുള്ള മാർഗമാണ്. അതല്ലെങ്കിൽ ഇന്നലെ വേടൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഇത് കോടതിയിൽ ഇരിക്കുന്ന കേസാണ്, അതിനുശേഷം എനിക്കിപ്പോൾ എന്തായാലും പറയാനുണ്ട്, അതിനുശേഷം ഞാൻ വന്ന് പറയുമല്ലോ എന്നുള്ള ഒരു വേർഷനാണ് അല്ലെങ്കിൽ എന്നുള്ളൊരു അഭിപ്രായമാണ് വേടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്, എന്നുള്ള പ്രതികരണമാണ് വേടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് പക്ഷേ കേസിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം, കോടതിയിലിരിക്കുന്ന കേസ് എന്നുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുപക്ഷെ വേടൻ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തിയേക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ നടന്നിട്ടുള്ള ഷോയ്ക്കിടെയും വേടൻ അത്തരത്തിൽ താൻ ഇവിടെ തന്നെയുണ്ട്, അല്ലെങ്കിൽ താൻ ഇവിടെയും ഒളിവിൽ പോയിട്ടില്ല എന്ന് വേടൻ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും എന്തുകൊണ്ടാണ് വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചപ്പോൾ പോലും പോലീസിന് വേടനെ കണ്ടെത്താനാകാത്ത ഒരു സാഹചര്യത്തിലേക്ക്, അതായത് വേടന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ടുന്ന ഒരു തീർച്ചയായും അതാണ് ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഒരു ലുക്കൌട്ട് നോട്ടീസ് വരെയും പോലീസ് ഇറക്കി. പക്ഷേ വേടനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവായിരുന്നു താൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് വേടൻ തന്നെ വെളിപ്പെടുത്തിയതിന്റെ കാരണവും. ആജ്ഞ ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല. ഈ യുവ ഡോക്ടറുടെ പരാതി മറ്റ് 2 യുവതികൾ കൂടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ പോലീസിന് കേസ് കൈമാറുകയും ചെയ്തതാണ്. ആ 2 കേസുകളിൽ പോലീസിൻ്റെ നടപടികൾ എവിടം വരെ എത്തിയിട്ടുണ്ട്? കാരണം നേരത്തെ ഹൈക്കോടതിയിൽ ഈ അതിജീവിത ചൂണ്ടിക്കാണിച്ച കാര്യം ഇതായിരുന്നു, താൻ മാത്രമല്ല ഇര, വേടൻ സമാനമായ രീതിയിൽ വിവാഹ വാഗ്ദാനം നൽകി കൂടുതൽ യുവതികളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നുവല്ലോ. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മുഖ്യമന്ത്രിക്ക് മുൻപാകെ എത്തിയിരിക്കുന്ന പരാതിയിന്മേൽ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പെൺകുട്ടിയുടെ, അതായത് പരാതിക്കാരിയുടെ സംഗീത ഗവേഷക വിദ്യാർത്ഥിനിയാണ് പരാതി നൽകിയത്. ആ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താതെ ഈ കാര്യത്തിൽ മറ്റു നടപടിക്രമങ്ങളുമായി പോലീസിന് മുൻപോട്ട് പോകാനാവില്ല. എന്നിരുന്നാൽ പോലും ടോം സൂചിപ്പിച്ചതുപോലെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ തരത്തിലുള്ള പരാതികൾ, വേടനെതിരെ വീണ്ടും പരാതികൾ വന്നിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതിജീവിതയെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് തന്നെയാണ് കോടതി 2ാമത്തെ ദിവസം മുതൽ ഈ കേസ് പരിഗണിക്കുന്നത്. പ്രത്യേകിച്ചും സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്, പ്രത്യേകിച്ചും ഇങ്ങനെ പീഡന കേസുകളിൽ അതിജീവിതയെ കേൾക്കണം, പരാതിക്കാരിയെ കേൾക്കണം, നേരിട്ട് കേൾക്കണം. അതിന് അഭിഭാഷകയുടെ ഒരു ഇടനിലയില്ലാതെ തന്നെ കോടതിക്ക് നേരിട്ട് കേൾക്കണം എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ ഈ അതിജീവിതയെ കൂടി ഹർജിയിൽ
ചേർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം അതിജീവിത നേരിട്ട് കോടതി കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയത്. അപ്പോഴൊക്കെ അതിജീവിത പറയുന്നുണ്ട് താൻ മാത്രമല്ല ഈ ഒരു സംഭവത്തിൻ്റെ ഇര. അതായത് അതിജീവിതയോട് പ്രണയത്തിലായിരുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരുന്ന കാലഘട്ടത്തിൽ പോലും വേടൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ടോക്സിക്കാണ്. ഈ പെൺകുട്ടി ടോക്സിക്കാണ്. അതും മറ്റുള്ള ആളുകളുമായി ലൈംഗിക ബന്ധം പുലർത്താൻ വേടനെ ആ സ്ത്രീ അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു വേടൻ എപ്പോഴും ഈ പരാതിക്കാരിയോട് ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ ടോക്സിക് ആണ് എന്ന് സൂചിപ്പിക്കുകയും ടോക്സിക് ആണ് എന്നവരെ വിശേഷിപ്പിക്കാനുള്ള റീസണായി വേടൻ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു എന്നുള്ള കാര്യവും അതിജീവിത കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണോ മറ്റ് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുള്ളത്, ഇങ്ങനെ നിരവധി പെൺകുട്ടികളുണ്ടോ, മറ്റു പരാതിക്കാരികളുടെ മൊഴി അനുസരിച്ചിട്ട് വേണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ. എന്നിരുന്നാൽ പോലും രണ്ടാമത്തെ കേസിലും, അതായത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലും വേടന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ജില്ലാ കോടതിയാണ് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 2 കേസുകളിലും വേടന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതായത് വേടൻ ഇനി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയേ വേണ്ടിയുള്ളൂ. അതായത് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ തന്നെ കസ്റ്റഡിയിൽ കഴിയേണ്ടുന്ന സാഹചര്യം വേടനില്ല. അത് ഈ മുൻകൂർ ജാമ്യത്തിന്റെ ബലത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ വേടനെ കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിലാണ് യുവ ഡോക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ വേടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കാനാണ് പോലീസിന്റെ തീരുമാനം.